നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത LDC ക്വസ്റ്റ്യൻ, ആലപ്പുഴ പാലക്കാട് 2024 നടന്ന LDC ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിന്റെ കൂടെ അതിനോടനുബന്ധിച്ചുള്ള PSCയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും കൂടി ചേർത്താണ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ജനാധിപത്യം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ജനാധിപത്യമാണ്. ഭൂപ്രദേശം, ജനങ്ങൾ, പരമാധികാരം ഇതെല്ലാം രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുന്നു. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് 1, 2, 4. രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നിവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കാര്യനിർവഹണ വിഭാഗം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? തെറ്റായ പ്രസ്താവനകളാണ് ഓപ്ഷൻ സി 2, 3, 4. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല എന്നുള്ളത് തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതും തെറ്റാണ്. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് എന്നുള്ളതും തെറ്റാണ്. ശരിയായ പ്രസ്താവന എന്താണ്? രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി നിർവഹിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതിയാണ് വഹിക്കുന്നത്. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രി. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ സഹമന്ത്രിയായിരുന്നു. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി ആണ് 2, 3. ഏതൊക്കെയാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്ന് നോക്കാം. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 28 നോക്കാം. താഴെ പറയുന്നതിൽ ഏത് പദ്ധതികളിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം ലഭിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്നത്? ജനനി ജന്മരക്ഷാ പദ്ധതി. ജനനി ജന്മരക്ഷാ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്നതിനാണ്. ഇതിൽ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ബാക്കി പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അയ്യങ്കാളി പദ്ധതി അല്ലെങ്കിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്തിനാണ്? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം തൊഴിലുറപ്പാക്കുകയും അതിലൂടെ കുടുംബാംഗങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ഒന്നും കൂടി പറയാം. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുകയും അതിലൂടെ കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. സ്വാസ്ഥ്യം പദ്ധതി എന്താണെന്ന് നോക്കാം. അർബുദ നിർണയ സ്ക്രീനിംഗ് നടത്തുന്നതിനും ക്യാൻസർ ബോധവൽക്കരണം നടത്തുന്നതിനും ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്വാസ്ഥ്യം. എന്താണ്? അർബുദ നിർണയ സ്ക്രീനിംഗ് നടത്തുന്നതിനും ക്യാൻസർ ബോധവൽക്കരണം നടത്തുന്നതിനും ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്വാസ്ഥ്യം. നിർഭയ പദ്ധതി എന്താണ്? സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക, അതുവഴി കുറ്റകൃത്യങ്ങൾ കുറച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ. ഒന്നും കൂടി പറയാം. സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക, അതുവഴി കുറ്റകൃത്യങ്ങൾ കുറച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏതു മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ശ്രീ പിണറായി വിജയൻ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കൽ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കൽ. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കലാണ്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. ഒന്നായി മുന്നേറാം എന്ന മുദ്രാവാക്യം കുടുംബശ്രീയുടെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്. കുടുംബശ്രീയുടെ ലോഗോയോടൊപ്പം കാണുന്ന മുദ്രാവാക്യം ഏതാണ്? ഒന്നായി മുന്നേറാം. കുടുംബശ്രീയുമായി റിലേറ്റ് ചെയ്തിട്ട് PSCയിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1-നാണ്. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1991 ഏപ്രിൽ 1-നാണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി. AB വാജ്പേയി ആണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മസ്തിഷ്കത്തിൽ ഡോപോമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ലക്ഷണങ്ങൾ ഒന്നുകൂടി പറയാം. മസ്തിഷ്കത്തിൽ ഡോപോമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഏത് രോഗത്തിന്റെ ലക്ഷണമാണിത്? പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണം ഏതൊക്കെയാണ്? ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നിവയാണ്. എന്താണ് ഇതിന് കാരണം? മസ്തിഷ്കത്തിൽ ഡോപോമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നതാണ് പാർക്കിൻസൺസ് എന്ന രോഗത്തിന്റെ കാരണം. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തതേത്? സോറിയാസിസ്. സോറിയാസിസ് ആണ് തന്നിരിക്കുന്നതിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത്. സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ് എന്നിവയെല്ലാം തൊഴിൽജന്യ രോഗങ്ങളാണ്. സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ് എന്നിവയാണ് തൊഴിൽജന്യ രോഗങ്ങൾ. മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രവർത്തനങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമേത്? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം എന്നിവയാണ് സ്ഥൂലധാതുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. സ്നേഹപൂർവം. എന്താണ് സ്നേഹപൂർവം പദ്ധതി?
മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയും വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് അറ്റ്പാടി. പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആണ് അറ്റ്പാടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് CCRAS കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, NIIMH ഹൈദരാബാദ്. ഹൈദരാബാദിലുള്ള NIIMH-നെയാണ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള യൂണിറ്റിൽ നിയോഗിച്ചത്. ഇവിടെ നമുക്ക് NIIMH-ന്റെ ഫുൾ ഫോം നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ഹെറിറ്റേജ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ഹെറിറ്റേജ് എന്നാണ് NIIMH-ന്റെ ഫുൾ ഫോം. ഹൈദരാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ലോകാരോഗ്യ സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യം ആഗോള ആരോഗ്യം മെച്ചപ്പെടുത്തൽ. ആഗോള ആരോഗ്യം മെച്ചപ്പെടുത്താനാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യം. ലോകാരോഗ്യ സംഘടന എപ്പോഴാണ് സ്ഥാപിതമായത്? 1948. 1948 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ നിലവിൽ ആരാണ്? മാർച്ച് 2024 വരെ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസിസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ആരാണ്? ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. ലോകാരോഗ്യ സംഘടന ഏറ്റവും ഒടുവിൽ മലേറിയ രഹിത സർട്ടിഫിക്കേഷൻ നൽകിയ രാജ്യം ഏതാണ്? കാബോ വെർഡെ. ലോകാരോഗ്യ സംഘടന ഏറ്റവും ഒടുവിൽ മലേറിയ രഹിത സർട്ടിഫിക്കേഷൻ നൽകിയ രാജ്യം കാബോ വെർഡെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. വിസരണം. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം. നമുക്ക് വിസരണത്തെ സംബന്ധിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനം വിസരണമാണ്. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനം വിസരണമാണ്. ആകാശവും കടലും നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം വിസരണമാണ്. ആകാശവും കടലും നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം വിസരണമാണ്. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലോർഡ് റെയ്ലി. ലോർഡ് റെയ്ലിയാണ് ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. നമുക്ക് അപവർത്തനം എന്താണെന്ന് നോക്കാം. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. എന്താണ് അപവർത്തനം? ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. നക്ഷത്രങ്ങളുടെ തിളക്കം, മരുഭൂമിയിലെ മരീചിക, സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യാസ്തമയം കഴിഞ്ഞും അല്പസമയം സൂര്യപ്രകാശം കാണാൻ കഴിയുന്നത്, അതുപോലെ തന്നെ ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനം എന്ന പ്രതിഭാസമാണ്. പ്രതിഫലനം എന്താണെന്ന് നോക്കാം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം.
മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പൂർണ്ണാന്തര പ്രതിഫലനം എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ അതിവേഗതയിൽ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ അതിവേഗതയിൽ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ലോ ഓഫ് ഇനർട്ടിയ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ലോ ഓഫ് ഇനർട്ടിയ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണെന്ന് നോക്കാം. എല്ലാ വസ്തുവും ഒരു നേർരേഖയിലോ വിശ്രമാവസ്ഥയിലോ ഏകീകൃതമായ ചലനത്തിൽ തുടരുന്നു. ഒരു ബാഹ്യശക്തി അതിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഒരു ബാഹ്യശക്തി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എല്ലാ വസ്തുവും ഒരു നേർരേഖയിലോ വിശ്രമാവസ്ഥയിലോ ഏകീകൃതമായ ചലനത്തിൽ തുടരും. ഇതിനെ നിഷ്ക്രിയത്വം എന്നും അറിയപ്പെടുന്നുണ്ട്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം നോക്കാം. സമയത്തിലെ മാറ്റത്തിന് ആക്കം കൂട്ടുന്നതിന് തുല്യമാണ് ബലം. സ്ഥിരമായ ബലം പിണ്ഡത്തിന്റെ സമയത്വരണത്തിന് തുല്യമാണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറയുന്നത് സമയത്തിലെ മാറ്റത്തിന് ആക്കം കൂട്ടുന്നതിന് തുല്യമാണ് ബലം എന്നാണ്. സ്ഥിരമായ പിണ്ഡത്തിന് ബലം പിണ്ഡത്തിന്റെ സമയത്വരണത്തിന് തുല്യമാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത് ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത്? പാസ്കൽസ് നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽസ് നിയമം ആണ്. പാസ്കൽസ് നിയമത്തിൽ അനുസരിച്ചാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. ട്രെയിൻ 80 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത്. വന്ദേ ഭാരത് ആണ് ട്രെയിൻ 80 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ചത് 2019 ഫെബ്രുവരിയിൽ ന്യൂഡൽഹി, കാൺപൂർ, അലഹബാദ്, വാരാണസി റൂട്ടിൽ നരേന്ദ്രമോദി ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ്. 2019 ഫെബ്രുവരിയിൽ. ഏത് റൂട്ടാണ്? ന്യൂഡൽഹി, കാൺപൂർ, അലഹബാദ്, വാരാണസി റൂട്ടിൽ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദി വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ട്രെയിൻ 80 എന്നാണ് വന്ദേ ഭാരത് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ചെന്നൈയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതും. എവിടെയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കുന്നത്? ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ICF. വന്ദേ ഭാരത് എക്സ്പ്രസിന് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടാനാകും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത്. 160 കിലോമീറ്റർ വേഗതയിലാണ് ഇതിന് ഓടാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് എന്ത്? ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് PSCയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3ഉം തമ്മിലുള്ള ലാൻഡിംഗ് തന്ത്രത്തിലെ പ്രധാന വ്യത്യാസം എന്താണ്? ചന്ദ്രയാൻ 3ൽ ഒരു ഓർബിറ്റും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വ്യത്യാസം. ചന്ദ്രയാൻ 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചന്ദ്രയാൻ 3ൽ ഒരു ഓർബിറ്ററും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണ് അതിന് കാരണം? ചന്ദ്രയാൻ 2ന്റെ ഓർബിറ്റർ ഇപ്പോഴും പ്രവർത്തനക്ഷമമായതിനാൽ ദൗത്യത്തെ പിന്തുണയ്ക്കുന്നത് തുടരും. ചന്ദ്രയാൻ 3ന്റെ ഉപകരണങ്ങൾ ഏതുതരം പാറ സാമ്പിളുകളാണ് വിശകലനം ചെയ്യാൻ താൽപര്യമുള്ളത്? ചന്ദ്രയാൻ 3ന്റെ ഉപകരണങ്ങൾ ഏതുതരം പാറ സാമ്പിളുകളാണ് വിശകലനം ചെയ്യാൻ പ്രത്യേക താൽപര്യമുള്ളത്? ലൂണാർ റെഗോലിത്ത്. ചന്ദ്രയാൻ 3ന്റെ ലക്ഷ്യപ്രദേശമായ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇത് ജല ഐസ് കൊണ്ട് സമ്പന്നമാണ്, കൂടാതെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ഭാഗവുമാണ്. ചന്ദ്രയാൻ 3ന്റെ ലക്ഷ്യപ്രദേശമായ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ പ്രാധാന്യം ഇത് ജല ഐസ് കൊണ്ട് സമ്പന്നവുമാണ്, കൂടാതെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ഭാഗവുമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സ്ഥലം ഏതാണ്? ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി 14 ജൂലൈ 2023. 14 ജൂലൈ 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്.
ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നും ലാൻഡറിന്റെ പേര് വിക്രം എന്നുമാണ്. ചന്ദ്രയാൻ 3 ഉപയോഗിക്കുന്ന ലോഞ്ചർ ഏതാണ്? GSLV Mk3. ചന്ദ്രയാൻ 3 ഉപയോഗിക്കുന്ന ലോഞ്ചറാണ് GSLV Mk3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്ത്? ഓഗനൈസൺ. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരാണ് ഓഗനൈസൺ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ 7 പിരീഡും 18 ഗ്രൂപ്പുമാണുള്ളത്. ആധുനിക ആവർത്തന പട്ടികയിൽ 7 പിരീഡും 18 ഗ്രൂപ്പുമുണ്ട്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഹെൻറി മോസ്ലി ആണ്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഹെൻറി മോസ്ലി ആണ്. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർന്നാണ് അക്വാ റീജിയ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി 1HNO3 3HCl. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർന്നാണ് അക്വാ റീജിയ ലഭിക്കുന്നത്? 1HNO3 3HCl. അക്വാ റീജിയ അല്ലെങ്കിൽ റോയൽ വാട്ടർ നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ്. നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാ റീജിയ. അടുത്ത ക്വസ്റ്റ്യൻ. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഹെൻറി മോസ്ലി മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഹെൻറി മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത്. മെൻഡലിയേഫ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത്. മെൻഡലിയേഫ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത്. ന്യൂലാൻഡ്സ് അഷ്ടക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ന്യൂലാൻഡ്സ് അഷ്ടക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഡോബറൈനർ ത്രികങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഡോബറൈനർ ത്രികങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ക്രോമിയം. ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം. ലോഹങ്ങളെ സംബന്ധിച്ച് PSCയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്നാണ്. ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം മെറ്റലർജി എന്നറിയപ്പെടുന്നു. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏതാണ്? ചെമ്പ്. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹമാണ് ചെമ്പ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള ലോഹം ക്രോമിയമാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഭാരവുമുള്ള ലോഹം ഏതാണ്? ഓസ്മിയം. ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഭാരവുമുള്ള ലോഹമാണ് ഓസ്മിയം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹവും ചെമ്പാണ്. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹവും മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹവും ചെമ്പാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ലോഹമാണ് കാൽസ്യം. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ലോഹമാണ് കാൽസ്യം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയമാണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയമാണ്. നമ്മൾ ഇന്ന് 30 ക്വസ്റ്റ്യൻസും അതിൽ ചിലതിന്റെയൊക്കെ PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അനുബന്ധ ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം. മാത്സ് ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്സ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഷോർട്സ് വീഡിയോസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.